പറയുകയാണ് പിണറായി വിജയൻ. LDFന്റെയോ CPMന്റെയോ അവസാനമല്ല തോൽവി എന്ന് പിണറായി വിജയൻ പറയുന്നു. 10 വർഷം കൊണ്ട് കേരളത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചു. വിവിധ മേഖലകളിൽ പുരോഗതി ഉറപ്പുവരുത്താൻ കഴിഞ്ഞെന്നും കണ്ണൂരിൽ നടന്ന പൊതുപരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. വികസനത്തിന് തുടർച്ച വേണം, അതിന് സർക്കാരിന് ക്രിയാത്മകമായ പിന്തുണ നൽകും, അതല്ല മറിച്ചെങ്കിൽ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പ്രതികരണം ഒന്നുകൂടി കേൾക്കാം. ഇതിന് തുടർച്ച വേണം. ആ തുടർച്ച ഞങ്ങൾ മാത്രമേ നടത്താനാവൂ എന്ന് ഞങ്ങൾ പറയുന്നില്ല. ആ നിർബന്ധവും ഞങ്ങൾക്കില്ല. ജനവിധി വന്നിരിക്കുന്നു. ആ വിധിയുടെ ഭാഗമായി തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് UDF സർക്കാരാണ്. ആ UDF സർക്കാർ ഇത്തരം കാര്യങ്ങൾ നാടിൻ്റെ അഭിവൃദ്ധിക്ക്, ജനങ്ങളുടെ ക്ഷേമത്തിന് ഉതകുന്നവയെല്ലാം നടപ്പാക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അങ്ങനെ നടപ്പാക്കുമ്പോൾ അത്തരം കാര്യങ്ങൾക്കെല്ലാം ക്രിയാത്മകമായ പിന്തുണയും ഞങ്ങൾ നൽകും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും തരത്തിൽ നാടിൻ്റെ താല്പര്യത്തിനോ ജനങ്ങളുടെ ക്ഷേമത്തിനോ വിരുദ്ധമായ നടപടികളുണ്ടായാൽ അവയെല്ലാം അതിശക്തമായി എതിർക്കുന്ന നിലപാടും സ്വീകരിക്കും. ഇത്തരത്തിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് ഘട്ടങ്ങൾ നാം തരണം ചെയ്തതാണ്. ഈ പരാജയം CPIMൻ്റെയോ LDFൻ്റെയോ അവസാനമായി ആരും കാണേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. ഇതുപോലുള്ള അനേകം ഘട്ടങ്ങൾ ഞങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ഒരു സംശയവുമില്ല, കൂടുതൽ ജനപിന്തുണയോടെ, കൂടുതൽ കരുത്തോടെ CPIMും LDFും തിരിച്ചു വരും. അതിനായി എല്ലാവരും ആവശ്യമായ ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. സജീഷാണ് ചേരുന്നത്. സജീഷ്, തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഇന്ന് 16ാം ദിവസമാണ്, 16ാം ദിവസമാണ്, 15 ദിവസം പിന്നിട്ടിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്. പക്ഷേ ഇന്ന് കണ്ണൂരിൽ വെച്ച് അണികൾക്ക് മുന്നിൽ പാർട്ടി പരിപാടിയിൽ കൃത്യമായ നിലപാട് പറയുകയാണ് പിണറായി വിജയൻ. ആവേശത്തോടെ, ആത്മവിശ്വാസത്തോടെ അണികൾക്ക് മുന്നിൽ നിന്ന് അവർക്ക് ആത്മവിശ്വാസം പകരുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒടുക്കം ഒന്ന് കണ്ഠമിടറിയോ എന്ന സംശയം. എങ്കിലും തിരിച്ചു വരും, ഇതൊരു അവസാനമായി കാണേണ്ടതില്ല എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയുന്നു. പിണറായി വിജയന്റെ ഇന്നത്തെ പ്രസംഗം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതായത് ഒന്ന്, തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിൻ്റെതായുള്ള ഒരു വിശദീകരണം തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. പാർട്ടിക്ക് ഉള്ളിലുണ്ടായിരുന്ന വിമർശനങ്ങളെക്കുറിച്ചും ഒരു വിശദീകരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ പാർട്ടി അണികൾക്ക് മുന്നിൽ തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ആദ്യം അദ്ദേഹം പറഞ്ഞത് LDF സർക്കാരിന്റെ തോൽവിയെ സംബന്ധിച്ചാണ്. LDF സർക്കാർ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരോഗ്യ മേഖല ഉൾപ്പെടെ വലിയ തോതിലുള്ള വികസനം LDF സർക്കാർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു ഭരണമാറ്റമാണ് ജനങ്ങൾ ആഗ്രഹിച്ചത്. ഞങ്ങൾ ആ ജനവിധി അംഗീകരിക്കുന്നു. ക്രിയാത്മക പ്രതിപക്ഷമായി തുടരും. മാത്രമല്ല, തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നില്ല. പുതിയ ഭരണപക്ഷം അത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ പിന്തുണയും LDFന്റെ ഭാഗത്തുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അതിശക്തമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു സർക്കാർ എന്ന രീതിയിൽ അതിനൊരു തുടർച്ച ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ തുടർച്ച ഇപ്പോഴുള്ള ഭരണപക്ഷം സർക്കാർ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അതിശക്തമായി എതിർക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് LDFന്റെ തോൽവിയെ സംബന്ധിച്ചാണ്. LDFന്റെ ആ തോൽവി എക്കാലത്തുമുള്ള ഒരു തോൽവിയാണ്. ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് ആരും വിചാരിക്കേണ്ട. CPM LDFും അതിശക്തമായി തിരിച്ചു വരും എന്ന അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് പുതിയ ഭരണ നേതൃത്വത്തിന്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വിശദീകരണം പിണറായി വിജയന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നമോ ഈ സർക്കാർ നടപ്പിലാക്കിയ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങളോടുള്ള വിരോധമാണോ എന്നതൊന്നുമുള്ള ഒരു തുറന്ന പറച്ചിൽ പിണറായിയുടെ ഭാഗത്തുണ്ടായില്ല. മറ്റൊന്ന്, പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനും CPM നേതൃത്വത്തിനും വരുന്ന രൂക്ഷമായ വിമർശനങ്ങൾക്കും കാര്യമായ ഒരു മറുപടിയും പിണറായിയുടെ ഭാഗത്തുണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. സജീഷ്, അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും മാധ്യമങ്ങളെ കാണാൻ ഇടയുണ്ടോ? എന്തെങ്കിലും സൂചനകളുണ്ടോ? അത്തരമൊരു സൂചന അദ്ദേഹം ഇതുവരെ നൽകിയിട്ടില്ല. ഈ തോൽവിക്ക് ശേഷം പലതവണ പിണറായി വിജയനുമായിട്ട് മീറ്റ് ചെയ്യാൻ മാധ്യമപ്രവർത്തകർക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും അദ്ദേഹം
തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവായ ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചു. പക്ഷേ അപ്പോഴും പിണറായി വിജയൻ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ തുടർ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനം വിളിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. മാത്രമല്ല ഇന്നത്തെ ഈ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകും, ഒരു മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം അത്രയേറെ അതിശക്തമായ വിമർശനമാണ് സമീപകാലത്ത് CPM ഉണ്ടാകാത്ത ഒരു തരത്തിലുള്ള വിമർശനമാണ് പാർട്ടി നേതൃത്വത്തിനും പിണറായിക്കുമെതിരെ ഉയരുന്നത്. അതിനൊരു മറുപടിയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. സാധാരണ രീതിയിൽ പിണറായി വിജയൻ ഇത്തരം പാർട്ടി വേദികളിൽ അതിന് കൃത്യമായൊരു മറുപടി നൽകുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതിന് അദ്ദേഹം തയ്യാറായില്ല. പകരം LDFന്റെ ഒരു വികസന സർക്കാരായിരുന്നു. അതിനൊരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ ആ വികസനത്തിന് തുടർച്ച വേണം. മാത്രമല്ല ഈ തോൽവിയിൽ നിന്ന് കനത്ത ഭരണമാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഭരണവിരുദ്ധ വികാരമാണോ അത് എന്നതിൽ കൃത്യമായ ഉത്തരമില്ല. അതല്ലെങ്കിൽ അതേക്കുറിച്ച് പറയുന്നില്ല. സജീഷ് പറഞ്ഞ പോലെ എന്തുകൊണ്ട് തോറ്റു എന്നത് ഉത്തരമില്ല. മാത്രമല്ല ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ CPMന്റെ യോഗങ്ങളിലെല്ലാം ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നതും ഒരാളെ ഉയർത്തിക്കാണിച്ചുകൊണ്ടുള്ള പ്രചാരണം അത് തിരിച്ചടിയായി എന്ന നിലയ്ക്കാണ്. മുതിർന്ന നേതാക്കളും പരസ്യമായി തന്നെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സജീഷ്, വിനീതത്തിൽ ഏറ്റവും കാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിണറായി വിജയനിൽ നിന്ന് ഒരു മറുപടി എന്തുകൊണ്ട് രാഷ്ട്രീയ കേരളവും അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ പിണറായി വിജയൻ സർക്കാരിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കാരണക്കാരനായി മാറുക പിണറായി തന്നെയാണ്. ഇപ്പോൾ വരുന്ന വിമർശനങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യം, പിണറായി വിജയന്റെ ജനങ്ങളോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ സമീപനം വലിയ തോതിൽ വെറുപ്പ് അല്ലെങ്കിൽ വലിയ തോതിൽ എതിർപ്പുണ്ടാക്കുന്ന തരത്തിലാണ്. ഒരു ഭരണാധികാരി ജനങ്ങളെ സംവദിക്കണമെന്ന കാര്യത്തിൽ പിണറായി വിജയന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയുമുള്ള പെരുമാറ്റം അദ്ദേഹത്തിന്റെ പല ഭാഗത്തുണ്ടായിട്ടുണ്ട്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പോലും ജനങ്ങളെ അകറ്റുന്ന രീതിയിലുള്ള പരാമർശങ്ങളും പെരുമാറ്റങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്ന വിമർശനം അത് പ്രതിപക്ഷമല്ല അല്ലെങ്കിൽ എതിർപക്ഷമല്ല, മറിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കൾ തന്നെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ വിമർശനം ഉന്നയിക്കുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്തുകൊണ്ട് പിണറായിയുടെ ഭാഗത്ത് ഒരു മറുപടി ഉണ്ടാകുന്നില്ല? മാത്രമല്ല ഈ സർക്കാർ ഇത്ര വലിയ ജനകീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യും, വളരെ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് അതിശക്തമായ ജനവിരുദ്ധ വികാരം ഈ സർക്കാരിന് എതിരെ ഉണ്ടാകുന്നു. അപ്പോൾ കാര്യമായ ഏതൊരു പ്രശ്നം ഈ സർക്കാരിനും അല്ലെങ്കിൽ ഈ പാർട്ടി നേതൃത്വത്തിനും ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാനുള്ള ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒരു മറുപടി പിണറായി വിജയന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരെ ഉയരുന്ന എതിർപക്ഷവും പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന വിമർശനങ്ങൾക്ക് ഒരു മറുപടി പിണറായിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതാണ് 15 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ പൊതുവേദിയിലാണ് പിണറായി വിജയൻ പരസ്യമായി എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ള. അപ്പോഴും എന്തുകൊണ്ട് തോറ്റു എന്നതിൽ പറയുന്നില്ല. അണികളെ ആവേശത്തിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞത് ഇതൊരു അവസാനമായി കാണേണ്ട, ഇതിനു മുൻപും ഇത്തരം പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്, അപ്പോഴൊന്നും തളർന്നിട്ടില്ല. LDFന്റെയോ CPMന്റെയോ അവസാനമല്ല, ശക്തമായി തിരിച്ചു വരും എന്നാണ് പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത്. സജീഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.